എന്റെ അമ്മ നമ്മുടെ കല്യാണം പെട്ടെന്ന് നടത്താൻ ആഗ്രഹിച്ചത് ഇത്ര വലിയ തെറ്റാണോ? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഞാനതിനെ വാശി പിടിച്ചില്ലല്ലോ. നിനക്ക് വേണ്ടി എത്ര കാലം കാത്തിരിക്കാനും ഞാൻ തയ്യാറാ. എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കണ്ട. പ്രിയൻചേട്ടന്റെ അമ്മ പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോളൂ. നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെയാ പാറു സാധിക്കുന്നത്? നിനക്ക് എന്നോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് എന്താ പറ്റിയത്? നിന്റെ ഈ മാറ്റം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്കൊന്നും പറയാനില്ല. പാറു, പാറു, പാറു. പാറു, നീ എന്താ ഈ കാണിക്കുന്നേ? നിനക്ക് കുറച്ചെങ്കിലും മനുഷ്യത്വം കാണിച്ചൂടെ? നിന്റെ വാക്കുകള് പ്രിയനെ എന്തുമാത്രം മുറിവേൽപ്പിച്ചു കാണുമെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? അതെ, എന്തിനാ അവനോട് ഇത്രയും ക്രൂരമായി സംസാരിക്കുന്നേ? ഞാൻ വീണ്ടും പറയാം, എല്ലാ സത്യങ്ങളും പ്രിയനോട് പറയേ. അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരില്ലേ? ഒന്നും തീരാൻ പോകുന്നില്ല. എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞ പ്രിയൻചേട്ടൻ ഇപ്പോ വേദനിച്ചതിനേക്കാളും 100 ഇരട്ടി വേദനിക്കും. ഞാൻ കാരണം അവരുടെ കുടുംബത്തിന് ഒരു നാണക്കേടുണ്ടാവാൻ പാടില്ല. എനിക്കിപ്പോ ഈ വഴി മാത്രമേ ഉള്ളൂ. എന്നെ വെറുത്തോട്ടെ, എല്ലാവരും എന്നെ വെറുത്തോട്ടെ. ഇതാ മുറി. ഹായ് ഹായ്, കൊട്ടാരത്തിലെ മുറി പോലെ ഉണ്ടല്ലോ. ഈ കൊട എവിടെ നിന്ന് വെക്കുക? ആ, ഇവിടെ ഇരിക്കട്ടെ. ഡാഡി ഒരാളുമായിട്ട് ഇത്ര പെട്ടെന്ന് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ അർത്ഥം ചേട്ടന് ഡാഡിക്ക് അത്ര അധികം ബോധിച്ചിരിക്കുന്നു എന്നാ. മമ്മിയും ചേട്ടന്റെ ആരാധികയായി മാറിയിട്ടുണ്ട്. മലയാളികളെല്ലാം എന്റെ ആരാധകരാണേ. മുക്ത, സൂക്ഷിച്ച്. ഇതിൽ പൊട്ടുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ? ഡോണ്ട് യു ഹാവ് എനി സെൻസ്? ആ, ഒരു മിനിറ്റ് ചേട്ടാ, ഓഫീസിലെ കോള. ഇപ്പൊ വരാം. ഓ, ആയിക്കോട്ടെ. ഹലോ. ആ, ആളെ ചാക്കിലാക്കാൻ ഇയാള് വലിയ മിടുക്കനാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്കിളിനെ ആന്റിയെ സോപ്പിട്ട് വീഴ്ത്താൻ നിനക്ക് കഴിഞ്ഞു കാണും. പക്ഷേ ഈ നമ്പറൊന്നും എന്റെ മുന്നേ ചെലവാവില്ല. ഓ, ഇതിലൊക്കെ എന്ത് മിടുക്കിരിക്കുന്നു. എന്റെ കളികളൊക്കെ മേഡം കാണാനിരിക്കണതല്ലേ ഉള്ളൂ. ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ മതിയോ? അല്ല, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, ഇതൊക്കെ തന്നെ ധാരാളാണ് സാർ. സത്യം പറഞ്ഞാ എനിക്ക് ഇത്രയും സൗകര്യങ്ങളൊക്കെ കിട്ടിയ ശീലില്ല. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കണ്ടാ തന്നെ അറിയാം ദാരിദ്ര്യവാസിയാണെന്ന്. മുക്ത, അല്ല ആന്റി, ഇയാളുടെ നാടേതാ, എന്താ പ്രൊഫഷൻ എന്നൊക്കെ ആന്റി അന്വേഷിച്ചോ? ഒരു പരിചയമില്ലാത്ത ഒരാളെ. മുക്ത, ഞാൻ പറഞ്ഞില്ലേ ഇവനെ കുറിച്ച് എനിക്കറിയാന്ന്. നീ വെറുതെ ഓരോന്ന് ചോദിച്ച് എന്റെ ഗസ്റ്റിനെ ബുദ്ധിമുട്ടിക്കരുത്. എന്നാലും താൻ എവിടെയാ വർക്ക് ചെയ്യുന്നേ? എന്താ തന്റെ ജോലി? എന്റെ ജോലി അങ്ങ് ഒരുപാട് താഴെയാണേ. ഭൂമിക്ക് അടിയിലാണെന്ന് വേണേല് പറയാം. അവിടെ ഇപ്പോഴും ഇരുട്ടാ. അയ്യോ, ഭൂമിക്കടിയിലോ? അപ്പോ മോനെ ഏതെങ്കിലും ഖനിയിലാണ് ജോലി ചെയ്യുന്നത്? അങ്ങനെയും പറയാം. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഞാൻ അവിടുന്ന് മുകളിലേക്ക് വരാറുള്ളൂ.